താമസം എവിടെയാണ്? ഞങ്ങൾ തറവാട് വീടാണിത്. തറവാട് വീട് ഇവിടെ തന്നെയാണ്. അതിൽ ഞങ്ങൾ 5 പേരും ഞങ്ങൾ 5-8 മക്കൾ ഇവിടെ താമസിക്കുന്ന വീടായിരുന്നു. അന്ന് മഴ ആയതുകൊണ്ട് ഞങ്ങളും കുട്ടികളൊക്കെ മാറി നിന്നു. പിന്നെ ഏട്ടൻ്റെ ഭാര്യയും 2 മക്കളും അമ്മയും ഇവിടെ തന്നെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അവരും 5 പേരും പോയി. എൻ്റെ ചെറിയമ്മൻ്റെ വീടായിരുന്നു. ആ വീട്ടിൽ 3 ആൾ പോയി. ഞങ്ങളുടെ കുടുംബത്തിൽ 13 ആൾ പോയി. ആരെയും തിരഞ്ഞു കിട്ടിയില്ല. ഈ ഭാഗം വലിയൊരു ചാലാണ്. എൻ്റെ ചേച്ചി ഇത് വെള്ളം വരുന്നത് കണ്ടിട്ട് അവിടെ നിന്ന് വീണു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വീണു. എൻ്റെ ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്. അമ്മനെയും പിന്നെ ഏട്ടൻ്റെ ഒരു ചെറിയ മോനെയും കിട്ടിയിട്ടുണ്ട്. അത് ഇവിടെ നിന്നാണ് കിട്ടിയെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ചാല് പൂർണ്ണമായും തിരയണം. പിന്നെ ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് അവിടെ കടപ്പാടം അടക്കം ഇല്ലാണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ. അതിൽ എൻ്റെ അമ്മ കാല് വയ്യാത്തതുകൊണ്ട് അവരെ ശുശ്രൂഷിക്കാൻ നിന്നതാണ് ഏട്ടന് നമ്മൾ തറവാട്ടിൽ നമ്മളെല്ലാവരും വന്ന് നിന്നതാണ്. ഞങ്ങൾ മേലെയായിരുന്നു കടത്താം. ഈ വീടിൻ്റെ മേലത്തെ ടെറസിൽ ഷീറ്റിട്ടൊരു വീടുണ്ട്. ആ പിന്നെ ഭാഗമുണ്ട്. അവിടെയായിരുന്നു ഞങ്ങൾ കുട്ടിമക്കളൊക്കെ കടത്തത്. മഴ ആയത് കാരണം കൊണ്ട് ഞങ്ങൾ മാറി നിന്നുകൊണ്ട് ഞങ്ങളെ ജീവൻ രക്ഷിച്ചു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള ആളെ തിരഞ്ഞ് കിട്ടണമെന്നാണ് ഞങ്ങൾ നിങ്ങളോട്. എത്ര പേരെ കുടുംബത്തിൽ നിന്ന് കിട്ടാനുണ്ട്? ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇനി 3 ആളെ കിട്ടാണ്ട് പിന്നെ ഞങ്ങളുടെ ചെറിയമ്മനെ കിട്ടാണ്ട്, ചെറിയമ്മൻ്റെ മോനെ കിട്ടാണ്ട്, മോളെ കിട്ടാണ്ട്, അവരൊക്കെ ഇനി കിട്ടിയിട്ടില്ല. ആരെയും ഒരു ഇത് കിട്ടിയില്ല. ചൂരമല ഉള്ള എൻ്റെ അമ്മായിൻ്റെ മക്കളുണ്ട്. അവരെയും ആരെയും കിട്ടിയിട്ടില്ല. അപ്പോൾ അവരൊക്കെ ഇനി കിട്ടണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ആദ്യത്തെ ദിവസം മുതൽ തന്നെ നിങ്ങളിവിടെ? ദിവസം പിന്നെ ഇങ്ങോട്ട് വരാനൊന്നും പറ്റില്ല. ഞാൻ അതിലിങ്ങനെ എനിക്ക് വഴി അറിയുന്നതുകൊണ്ട് ഞാൻ അതിലിങ്ങനെ വന്നു. ഇവിടെ വന്ന് നോക്കുമ്പോൾ എൻ്റെ വീട് പൂർണ്ണമായിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ ആളുണ്ട് എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിച്ചു. എവിടെയും പോകാൻ സാധ്യതയില്ല. മേലക്കൂര ഒന്നും സംഭവിച്ചിട്ടില്ല. മേലുള്ള പാത്രം കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ അടിഞ്ഞുകൊണ്ട് അത് വന്നു. ഫസ്റ്റ് തന്നെ വന്നു. ഞങ്ങൾ കുറച്ച് ആൾക്കാർ വന്നു ചുറ്റികയും കാര്യം കൊണ്ട് എടുത്ത് പൊട്ടിച്ചു. അന്നൊന്നും സാമഗ്രികളൊന്നും ഇവിടെ എത്തിയിട്ടില്ല. ഞാൻ അതിലിങ്ങനെ വന്നു. എല്ലാവരും വിളിച്ചു കൂട്ടി ഇവിടെ വന്ന് ചുറ്റിയും കാര്യം കൊണ്ട് പൊട്ടിച്ചു. പിന്നെയാണ് ആൾക്കാരൊക്കെ വന്നു. എൻ്റെ അമ്മനെ മാത്രം അവിടെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ആരെയും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. പിന്നെ ഇന്നലത്തെ തെരച്ചിലാണ് എൻ്റെ ഏട്ടൻ്റെ ചെറിയ മോനെ ഇവിടെ നിന്ന് കിട്ടിയത്. ഈ പരിസരത്ത് നിന്ന് കിട്ടിയത്. ഈ പോസ്റ്റ് ഓഫീസിൽ നിന്ന് 19 വയസ്സുള്ള മോനെ പോസ്റ്റ് ഓഫീസ് പറയുന്ന സ്ഥലത്തു നിന്നാണ് കിട്ടിയെന്ന് പറഞ്ഞു. അവിടെ തന്നെ എൻ്റെ ബാക്കി 3 പേരും ഇവിടെ തന്നെ ഉണ്ടാവും. This was an area where people were living. There were houses, row houses particularly, and all these houses have been washed away in this landslide and in this river. The one challenging aspect of this entire search and rescue operation is that the rescue teams are unable to find out what exactly is underneath this huge rubble and these boulders, and that's why the army sniffer dog team has been deployed here. At least 3 dogs of the Indian Army have been pressed into service. These dogs have come from Uttar Pradesh. ഇതെൻ്റെ വീട്. നമ്മളെ ഏട്ടനും പിന്നെ കുട്ടികളും അമ്മയൊക്കെയാണ്. അമ്മനെ കിട്ടിയിട്ടുണ്ടായി, ചെറിയനും കിട്ടിയിട്ടുണ്ടായി. ബാക്കി 3 പേരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണാണ്. ഇവിടെ ടേണിംഗ് ആണ്. ഇവിടെ ഈ ടേണിങ്ങൊക്കെ തോന്നണം. നല്ല സംഭവം എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ. നമ്മളിത് ഇനി 3 പേരെ കിട്ടാണ്ട്. എത്ര വയസ്സുള്ളവരാണ്? ഒക്കെ ചെറിയ ആൾക്കാരാണ്. നമ്മളെ ചെറിയ അനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-20 വയസ്സായിട്ടുണ്ടാവും. പിന്നെ നമ്മളെ ചേച്ചി ഒരു 48 വയസ്സ്, നമ്മളെ ഏട്ടൻ ഒരു 50 വയസ്സ്. അങ്ങനെയൊക്കെയാണ്. അവരിവിടെ തന്നെ ഉണ്ടാവുന്നാണോ? ഇവിടെ ഉണ്ടാവും. ഇവിടെ ഈ കവായൊക്കെ ഒന്ന് തോണ്ടിയാൽ അറിയാം. വേറെ എവിടെ പോകാൻ ചാൻസ് കുറവാണ്. സാധ്യത കുറവാണ്. എന്താ വെച്ചാൽ ഇവിടെ വന്ന് നിന്നവർ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു ഭയങ്കര കവായിയാണ്. ഈ കവായി തോണ്ടി ഒരുപാടൊന്നും തോണ്ടല്ല, ഇച്ചിരി തോണ്ടാനുള്ളൂ. അവിടെ തോണ്ടി നമുക്കറിയാം. നമ്മളെല്ലാവരും പുറത്തിറങ്ങിയെന്ന് പറഞ്ഞു. ഇവിടുന്ന് ഈ തൊട്ട വീട്ടിലെ താത്തിയും മോനും കൂടി അന്ന് രാത്രി ഓടി കഴിച്ചലേതാ. അപ്പോൾ ഇവർ ഓടാൻ വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ടാവും. അത് ചിലപ്പോൾ ഇവിടെ കുടുങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കണം.